സ്വസ്ഥമായി മനസമാധാനത്തോടെ അന്തിയുറങ്ങാൻ ഒരു കുഞ്ഞു വീട് വേണം. അതുമാത്രമാണ് 45 വർഷമായി വാടക വീട്ടിലെ ഒറ്റമുറിയിൽ കഴിയുന്ന മലപ്പുറം എടരിക്കോട് സ്വദേശികളും സഹോദരിമാരുമായ കരിങ്ങാത്തുപറമ്പിൽ സത്യഭാമയുടെയും അമ്മിണിയുടെയും ഏക ആഗ്രഹം. നവകേരള സദസ്സിൽ പരാതി നൽകിയതോടെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം അനുവദിക്കാമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിലും വീട് വെക്കാൻ സ്വന്തമായി ഭൂമിയില്ലാത്തതാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്ന ഇരുവരെയും തീരാ സങ്കടത്തിലാഴ്ത്തുന്നത്. റിപ്പോർട്ട്. ചെറിയൊരു വീടും സ്ഥലവും വേണം. സ്നേഹം മാത്രമല്ല എനിക്ക്, ഞാൻ മരിക്കുന്നവരെ ആ സ്നേഹം ഉണ്ടാവും. 35 വർഷമായി എടരിക്കോട് PKMM സ്കൂൾ റോഡിനോട് ചേർന്നുള്ള KK ക്വാർട്ടേഴ്സിലാണ് സത്യഭാമയും അമ്മിണിയും താമസിക്കുന്നത്. വേങ്ങരയിലെ മരുന്ന് ഷോപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായ അമ്മിണിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളവും ഇരുവർക്ക് കിട്ടുന്ന പെൻഷൻ പണവും കൊണ്ടാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. ഡിസ്ക് സംബന്ധമായ അസുഖത്തെ തുടർന്ന് നടക്കാൻ പ്രയാസപ്പെടുന്ന സത്യഭാമയ്ക്ക് ആകെയുള്ള അത്താണിയും അമ്മിണിയാണ്. ഇവർക്കാണെങ്കിൽ കേൾവിക്കുറവുമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശ്രവണ സഹായി വെക്കണമെങ്കിൽ 35,000 രൂപയോളം വേണം. 2,000 രൂപയാണ് മാസവാടക. ഇതോടൊപ്പം ഇരുവരുടെയും ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തണം. അമ്മിണി തിരിച്ചെത്തുന്നതുവരെ തനിച്ചാണ് സത്യഭാമ. നേരം പോക്കിന് ഒരു ടെലിവിഷൻ ഉണ്ടെങ്കിൽ അതെങ്കിലും കണ്ടിരിക്കാം. ലൈഫ് ഭൂരഹിത ഭവനരഹിത പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബമാണെന്നും സ്ഥലം കണ്ടെത്തി രജിസ്റ്റർ ചെയ്ത മുറയ്ക്ക് ഭൂമിക്കും വീടിനുമുള്ള രൂപ ധനസഹായം മാനദണ്ഡമനുസരിച്ച് അനുവദിക്കുന്നതുമാണെന്നാണ് നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് ലഭിച്ച മറുപടി. കുറഞ്ഞ പണത്തിന് സ്ഥലം വാങ്ങാനോ വീട് വയ്ക്കാനോ ഇവർക്ക് കഴിയില്ല. ജനിച്ച മണ്ണിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോകാനും ആഗ്രഹവുമില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു ഇടം കിട്ടിയാൽ, എടരിക്കോട് പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾക്കൊരു ഇടം കിട്ടിയാൽ അതെല്ലാം നമുക്ക് ആവശ്യം. ജീവിക്കാലോ. ആരെങ്കിലും തന്നാൽ അതിൽ കിടന്ന് ഇതിപ്പോൾ വാടകയും കൊടുക്കണം. അപ്പം മോനോടിപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇത് വാടകയും കൊടുക്കണം. മരുന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര, രണ്ടാക്കും മരുന്നുമില്ലാണ് ജീവിക്കുന്നത്. 45 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അത്ര ഓർമ്മയില്ലേ മോനെ. പരേതനായ വേലുവിൻ്റെയും അമ്മാളുവിൻ്റെയും മക്കളാണ് ഇരുവരും. മുസ്ലിം സഹോദരനായ ബാപ്പു വാങ്ങിക്കൊടുത്ത അരീക്കലിലെ വീട്ടിൽ നല്ല നിലയിലായിരുന്നു കുടുംബം കഴിഞ്ഞിരുന്നത്. സഹോദരന്മാരുടെ ആവശ്യങ്ങൾക്കായി ബാങ്ക് ലോൺ എടുത്തതിനെ തുടർന്നുണ്ടായ കടത്തിൽ ഈ വീട് വിറ്റതോടെ ഇവരുടെ ദുരിതവും ആരംഭിച്ചു. കോഴിച്ചനയിൽ താമസിക്കുമ്പോഴായിരുന്നു സത്യഭാമയുടെ വിവാഹം. കോട്ടയ്ക്കൽ കുറ്റിപ്പുറത്തു വാങ്ങിയ വീട്ടിൽ കഴിയുന്നതിനിടെ അമ്മിണിയുടെ വിവാഹം കഴിഞ്ഞെങ്കിലും ദാമ്പത്യം അധികകാലം നീണ്ടുനിന്നില്ല. പിന്നീട് പൊട്ടിപ്പാറയിൽ വാടക വീട്ടിൽ അമ്മയ്ക്കൊപ്പമായി ഇരുവരുടെയും തുടർ ജീവിതം. 8 വർഷം മുമ്പ് സത്യഭാമയുടെ ഭർത്താവും മരിച്ചു. വിവാഹിതയായ മകളുണ്ടെങ്കിലും നിസ്സഹായാവസ്ഥയിലാണ്. സഹോദരന്മാരും കൈയൊഴിഞ്ഞതോടെ തീർത്തും ഒറ്റപ്പെട്ട ജീവിതമാണെങ്കിലും ആരോടും പിണക്കവും പരാതിയുമില്ലാതെ പ്രാർത്ഥിക്കുകയാണ് തങ്ങളുടെ സ്വപ്നം നിറവേറുമെന്ന പ്രതീക്ഷയോടെ. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.